സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ മാറുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ച് മലയാള സിനിമ ഇങ്ങനെ പതിയെ പതിയെ മാറുന്നു. പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു പടമുണ്ട്. അതിന്നും എൻ്റെയൊക്കെ മനസ്സിലൊരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് ദൃശ്യം. എൻ്റെ മനസ്സിൽ മാത്രമല്ല, ഓരോ മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും ഇനി അങ്ങോട്ട് എന്നും അതൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് കാരണമുണ്ട് കേട്ടോ. കാര്യം മലയാള സിനിമയെയും ലാലേട്ടൻ്റെ കരിയറിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ദൃശ്യത്തിന് മുൻപും ദൃശ്യത്തിന് ശേഷവും. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല വുഡുകൾ മീൻസ് ബോളിവുഡ്, ടോളിവുഡ്, കോളിവുഡ് ഇവരൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ സിനിമകൾ വളരെ സക്സസ് ആക്കുമ്പോഴും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് 50 കോടി, 100 കോടി, 150 കോടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമ്മൾ ആ ലീഗിലേക്ക് കയറിയിട്ടില്ല. നമ്മളിവിടെ ഒരു സിനിമയുടെ വിജയം തീരുമാനിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും ഒരു സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്പേഴ്സ് അടിസ്ഥാനത്തിലാക്കിയിട്ടായിരുന്നു. ആ ലീഗിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാൻ പറ്റിയത് ദൃശ്യമെന്ന് പറയുന്ന സിനിമയിലൂടെ മാത്രമാണ്. 50 കോടി എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിച്ചു ദൃശ്യം. ഇത് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയ മാറ്റം. പക്ഷേ ലാലേട്ടൻ്റെ കരിയറിൽ ഇതിനേക്കാൾ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. കാര്യം ദൃശ്യം വരെ 2013 വരെ ലാലേട്ടന് ബോക്സ് ഓഫീസിൽ എതിരാളികൾ എന്ന് ഞാൻ പറയുന്നില്ല, എതിരാളി ഉണ്ടായിരുന്നു. മമ്മൂക്കയാണ് ആ എതിരാളി. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരുടെ ബോക്സ് ഓഫീസ് വാർ ഇങ്ങനെ നടന്ന് 2013 എത്തിയപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയുടെ രാജമാണിക്യത്തിൻ്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്തു. ഒരു സോളോ ഹീറോയായിട്ട് അഭിനയിച്ച് ബ്രേക്ക് ചെയ്ത് മുന്നിൽ വന്ന് നിന്നതിന് ശേഷം 2013 ശേഷം ലാലേട്ടനെ ബ്രേക്ക് ചെയ്യാൻ ആരുമില്ല. മരുന്നിന് പോലും പുള്ളിയുടെ അടുത്തൊരു നടന് വന്ന് എത്താൻ സാധിച്ചിട്ടില്ല. 200 കോടി നേടിയ ഒരേ ഒരു മലയാള നടൻ. FD ഫസ്റ്റ് ഡേ കളക്ഷൻ 50 കോടിക്ക് മുകളിൽ മോളിവുഡിന് നേടാമെന്ന് തെളിയിച്ചു തന്ന നടൻ. 100 കോടി 3 ദിവസം കൊണ്ട് നേടിയെടുത്ത നടൻ. കേരളത്തിൽ നിന്ന് മാത്രം സോളോ ഹീറോയായിട്ട് 100 കോടി നേടിയ നടൻ. എന്തിന്? പ്രീ സെയിൽസിലൂടെ 50 കോടി നേടാമെന്ന് തെളിയിച്ച നടൻ. അപ്പോൾ ഇത്രയധികം റെക്കോർഡുകളുമായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരാളും എതിരാളി ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ലാലേട്ടൻ എത്തിയത് 2013 ശേഷമാണ്. സോ ലാലേട്ടൻ്റെയും മലയാള സിനിമയുടെയും കരിയറിൽ വളരെ വലിയ മാറ്റമാണ് ദൃശ്യമെന്ന് പറയുന്ന സിനിമ കൊണ്ടുവന്ന് കൊടുത്തത് അന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതിൻ്റെ 3-ാം ഭാഗം റിലീസാകാൻ പോവുകയാണ്. 3-ാം ഭാഗം റിലീസാകാൻ നേരത്ത് നമുക്കറിയാം അന്ന് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ആര് ക്രിയേറ്റ് ചെയ്തത്? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇനീഷ്യൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത റെക്കോർഡ്സ്. അത് ഇനി ഒരു മലയാള സിനിമയ്ക്ക് തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യം 3-ക്കല്ലാതെ വേറൊരു സിനിമയ്ക്ക് ഈ അടുത്തൊന്നും തൊടാൻ പറ്റൂലെന്ന് ഉറപ്പാണ്. എന്തായാലും റിലീസാകട്ടെ. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 റിലീസാകാൻ പോകുന്ന ഈ അവസരത്തിൽ ദൃശ്യം എന്ന് പറയുന്ന പടം അന്ന് മലയാള സിനിമയ്ക്ക് എന്തൊക്കെയാണ് നേടിത്തന്നിട്ടുള്ളത് ഒന്ന് പോയാലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. പിന്നെ അന്ത ടൈമിനെ കുറിച്ചും ലാലേട്ടൻ്റെ കരിയറിനെ കുറിച്ചും പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം. ഈ ദൃശ്യത്തിന് മുമ്പുള്ള കുറച്ച് സിനിമകൾ അങ്ങേര് കൊണ്ടുവന്ന് ചുമ്മാ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. വൻ പടക്കങ്ങളായിരുന്നു. ബ്രാൻഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വന്ന പടക്കങ്ങൾ. അതിലൊന്ന് കർമ്മയോധയാണ്, മേജർ രവി ഡയറക്ഷനിൽ വന്ന പടമാണ്. രണ്ടാമത്തെ ലോക്പാലാണ്, ജോഷി ഡയറക്ഷനിൽ വന്ന പടം. മൂന്നാമത്തെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സിദ്ദിഖിൻ്റെ ഡയറക്ഷനിൽ വന്ന പടം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റെഡ് വൈൻ എന്ന് പറയുന്ന വേറൊരു പടമുണ്ട്, അതിൻ്റെ ഡയറക്ടറിനെ എനിക്കറിയത്തില്ല. പിന്നെ അഞ്ചാമതായിട്ട് വന്നത് നമ്മുടെ പ്രിയദർശൻ ലാലേട്ടൻ ഡ്രീം കോംബോയിൽ വന്ന ഗീതാഞ്ജലി. അപ്പോൾ ഇമാതിരി പടങ്ങളൊക്കെ ഇറക്കി പൊട്ടിച്ച് പണ്ടാരടങ്ങി ബോക്സ് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് 2013 അവസാനം ഡിസംബർ മാസം 19-ാം തീയതി ദൃശ്യം റിലീസാകുന്നത്. അത് മോളിവുഡിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറി. ദൃശ്യത്തിൻ്റെ 1-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ കണ്ട തിരക്കല്ലായിരുന്നു അതിൻ്റെ 50-ാമത്തെ ദിവസം കാണുന്നത്. അതിന്നും എനിക്കൊരു അത്ഭുതമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യമുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം അന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം 90% ആളുകളും ടിക്കറ്റ് കിട്ടുമോ ഇല്ലയെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, 90% ബുക്ക് ചെയ്ത് ടിക്കറ്റ് ഉറപ്പിച്ചതിന് ശേഷമാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കണക്റ്റ് ആകുവാന്നും എനിക്കറിയില്ല. കാര്യം ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് കണ്ടിരുന്ന ഒരു കാലമാണ്. ദൃശ്യം, പ്രേമം, പുലിമുരുകനൊക്കെ ഞാൻ ബ്ലാക്കിലെടുത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്തെ റഷ് എന്ന് പറയുന്നത് ഹെവിയാണ്. ആ ഹെവി റഷ് വരാൻ കാരണമുണ്ട്. കാര്യം ആലപ്പുഴ ജില്ലയിൽ അന്ന് പങ്കജ് തിയേറ്ററിലാണ് ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ഞാൻ ദൃശ്യത്തിൻ്റെ പറയുന്നില്ല, പുലിമുരുകൻ്റെ പറയാം. അന്ന് ആലപ്പുഴയിൽ പുലിമുരുകൻ കാണണമെന്നുണ്ടെങ്കിൽ പങ്കജിലേക്ക് പോകണം, ആലപ്പുഴ ടൗണിൽ. പക്ഷേ ഇന്നാണ് പുലിമുരുകൻ ഇറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ ആലപ്പുഴയിലെ ഒട്ടുമിക്ക സ്ക്രീൻസിലും ഉണ്ടായേനെ. കാര്യം മൾട്ടിപ്ലക്സുകളുടെ തരംഗമാണ് ഇന്നുള്ളത്. അന്ന് സിംഗിൾ സ്ക്രീൻസ് ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞ്. ഇനി ദൃശ്യത്തിലേക്ക് വരാം. ഈ ദൃശ്യത്തിൻ്റെ തിരക്ക് തള്ളാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ഒരുത്തനും തള്ളാൻ പറ്റത്തില്ല. ഈ കളക്ഷൻ തള്ളാം, പക്ഷെ തിരക്ക് തള്ളാൻ പറ്റത്തില്ല. കാര്യം അന്നത്തെ ഒരു മാർക്ക്
മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പ്രൊമോഷനാണ് സിനിമകളുടെ. അന്ന് ദൃശ്യത്തിൻ്റെ ആ ഒരു പേജുണ്ട്, അതിപ്പോഴും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കയറി നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അപ്പം ആ പേജിൽ നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ അന്നത്തെ ഓരോ തിയേറ്ററുകളിലെ റഷും തിരക്കും അത് എത്രാമത്തെ ദിവസത്തെയാണെന്ന് ഉൾപ്പെടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അമ്മാതി ഒരു തരംഗമാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ അന്ന് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട് മോളിവുഡിൽ. നമുക്ക് ഒരു സിനിമാ സ്നേഹി മറക്കത്തില്ല, അമ്മാതിരി ഒരുപാട് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് 50 to 60 കോടി എന്ന് പറയുന്ന നേട്ടമാണ് വേൾഡ് വൈഡ് സ്വന്തമാക്കിയത്. ആ 50 to 60 കോടി എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് വന്ന് പറയും തള്ളാണ്, ഇന്നും ദൃശ്യത്തിൻ്റെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ പറയുന്നവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ട്രാക്കിംഗ് എറയല്ല, ഇന്ന് ട്രാക്കിംഗ് എറ ആയതുകൊണ്ട് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊക്കെ സംശയം തോന്നും. പക്ഷേ നിങ്ങൾ ഇതിൽ സംശയിക്കേണ്ട, ഞാൻ ഒരുപാട് സൈറ്റുകളും ഒരുപാട് ട്രാക്കേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തേക്കുന്ന ഒരു ഡാറ്റ വെച്ച് ദൃശ്യം 60 to 65 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ട്, ഒരു സംശയമില്ല. കേരളത്തിൽ 40 to 42 കോടി, ഓവർസീസിൽ 15 to 18 കോടി, ROI റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു 2 to 4 കോടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമുക്ക് വലിയ മാർക്കറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ദൃശ്യത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ. അത് മോളിവുഡിനെ സംബന്ധിച്ച് അന്ന് ഭീകര റെക്കോർഡായിരുന്നു. ഇന്നും പല മോളിവുഡ് സിനിമകളും അത് അച്ചീവ് ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ റെക്കോർഡ് ദൃശ്യത്തിനുണ്ട്. അത് ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഞാൻ ദൃശ്യത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ആ തിരക്കുകൾ കണ്ട് ബോധ്യപ്പെടാം. ഇത്രയും റഷും ഇത്രയും തിരക്കും വന്ന പടത്തിന് കളക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് തട്ടിക്കളഞ്ഞേക്കാം. ഇനി ദൃശ്യം നേടിയ മറ്റ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ 50 ദിവസം 70 റിലീസിങ് സെൻറ്റേഴ്സിൽ ഈ പടം കളിച്ചു എന്നുള്ളതാണ്. പിന്നെ 100 ദിവസം 50 റിലീസിങ് സെൻറ്റേഴ്സിൽ. അതൊക്കെ ഒരു വൻ എന്താ പറയുക, അൺഡിഫീറ്റബിൾ ഫീറ്റായിരുന്നു. അത് ഒരു ഡിഫീറ്റ് ചെയ്തത് നമ്മുടെ പുലിമുരുകൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ മറ്റൊരു സിനിമയുമാണ്. സോ ഗൈസ്, ദൃശ്യം 3 റിലീസാകാൻ പോകുന്നു. ഒരുപാട് റെക്കോർഡുകൾ അന്ന് ഫസ്റ്റ് പാർട്ട് സ്വന്തമാക്കി തന്ന പോലെ തന്നെ ഈ തേർഡ് പാർട്ടിലൂടെയും ഇന്ന് മോളിവുഡിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ലാലേട്ടൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ ഫസ്റ്റ് പാർട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയേക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഇടുക. 3 നിങ്ങൾ എത്രമാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസാണ് നമ്മൾ ഇടുന്നത്. സോ കൂടെ കുടിക്കോ. ബൈ.